അടിമാലി കൂമ്പൻപാറയിൽ മണ്ണിടിച്ചിലിൽ മരിച്ച ബിജുവിന്റെ സംസ്കാര ചടങ്ങുകൾ തുടങ്ങിയിരിക്കുകയാണ്. തറവാട്ട് വീട്ടിലാണ് സംസ്കാരം. നാടിനെ നടുക്കിയ ദുരന്തമായിരുന്നു ഇന്നലെ ഉണ്ടായത്. അതിന് പിന്നാലെയാണ് നാട്ടുകാർക്കും അതുപോലെ തന്നെ ബന്ധുക്കൾക്കും ബിജുവിനെ നഷ്ടമാവുകയും ചെയ്തത്. അടിമാലി കൂമ്പൻപാറയിലെ മണ്ണിടിച്ചിലിൽ മരിച്ച ബിജുവിന്റെ സംസ്കാര ചടങ്ങ് തുടങ്ങിയിരിക്കുകയാണ്. മണിക്കൂറുകൾ നീണ്ട രക്ഷാ ദൗത്യത്തിനൊടുവിലായിരുന്നു രക്ഷാപ്രവർത്തകർക്ക് ബിജുവിന്റെ മൃതദേഹം ലഭിച്ചത്. അതിന് പിന്നാലെ വളരെ വേഗത്തിൽ തന്നെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയായിരുന്നു. ദേശീയപാതയ്ക്കായി മണ്ണെടുത്ത സ്ഥലത്ത് വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണാണ് ബിജു മരിച്ചത്. സിജോ വർഗീസ് വിവരങ്ങൾ നൽകും. സിജോ, സംസ്കാര ചടങ്ങുകൾ തുടങ്ങിയോ? അല്പസമയം മുമ്പാണ് ഈ സംസ്കാര ചടങ്ങുകൾ തുടങ്ങിയത്. ബിജുവിൻ്റെ തറവാട്ട് വീട്ടിലാണ് ഈ ചടങ്ങുകൾ നടക്കുന്നത്. ഈ ചടങ്ങുകൾക്ക് ശേഷം വീട്ടുവളപ്പിൽ തന്നെ മൃതദേഹം സംസ്കരിക്കുകയും ചെയ്യും. എന്തായാലും ഉച്ചയോടുകൂടി ബിജുവിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി വീട്ടിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു. വീട്ടിൽ നിരവധി ആളുകൾ, പ്രദേശവാസികൾ, ബന്ധുമിത്രാദികൾ, ഈ വിവരം അറിഞ്ഞെത്തിയ നാട്ടുകാർ, രാഷ്ട്രീയ പൊതുപ്രവർത്തകർ, ജാതിമത മേലധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ പലരും ഇവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒട്ടേറെ പ്രതിസന്ധികളെ തരണം ചെയ്ത് ജീവിച്ച ഒരാളാണ് ബിജു എന്ന് ഈ നാട്ടുകാർ പറയുന്നുണ്ട്. നാട്ടുകാർക്ക് എല്ലാവർക്കും സുപരിചിതനായിരുന്നു. കാരണം ഒരു വർഷം മുമ്പാണ് ബിജുവിൻ്റെ മകൻ ക്യാൻസർ ബാധിതനായി മരിക്കുന്നത്. ആ ഒരു ദുരന്തത്തിൽ നിന്ന് കരകയറി, അല്ലെങ്കിൽ അത്രയും ഒരു ആഘാതം മനസ്സിനേൽപ്പിച്ച ആ ആഘാതത്തിൽ നിന്നെല്ലാം അതിജീവിച്ച് ജീവിതം കെട്ടിപ്പടുത്തുന്നതിനിടയിലാണ് നനച്ചിരിക്കാതെ ഇന്നലെ ഇങ്ങനെയൊരു ദുരന്തം ഉണ്ടാകുന്നത്. കെട്ടിപ്പൊക്കിയ വീട്, ഒരു ആയുസ് കൊണ്ട് കെട്ടിപ്പൊക്കിയ വീട്, ആ വീട്ടിനുള്ളിൽ തന്നെ അപകടം ഉണ്ടാകുന്നു. അവിടെ വെച്ച് തന്നെ ബിജുവിന് ജീവൻ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് നാട്ടുകാരെ ഏറ്റവും ദുഃഖത്തിലാക്കിയ ഒരു കാര്യവും. കാരണം അപ്രതീക്ഷിതമായി ഉണ്ടാക്കിയ ഒരു മണ്ണിടിച്ചിൽ, ആ മണ്ണിടിച്ചിലാണ് ഈ വീട് നശിച്ചത്. വീടിനുള്ളിൽ ആ സമയത്ത് ബിജുവും ഭാര്യ സന്ധ്യയും ഉണ്ടായിരുന്നു. ഈ വിവരം അറിഞ്ഞ് അപകട വിവരം മുൻകൂട്ടി കണ്ടതോടുകൂടി നാട്ടുകാരെ ഇവിടെ നിന്ന് അധികൃതർ ഈ വീട്ടുകാരെല്ലാം ഇവിടുന്ന് മാറ്റി പാർപ്പിക്കുന്നുണ്ടായിരുന്നു. 22 കുടുംബങ്ങൾ ഇവിടുന്ന് മാറ്റി പാർപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ അത്യാവശ്യമായ ചില രേഖകൾ ഇതുമായി ബന്ധപ്പെട്ട് എടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഒപ്പം തന്നെ വീട്ടിൽ വരേണ്ട ആവശ്യമുള്ളതുകൊണ്ട് അവർ വരുന്ന ആ സമയത്താണ് ഈ അപകടം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. പിന്നാലെ നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ജില്ലാ ഭരണകൂടവും മന്ത്രി റോഷി അഗസ്റ്റിൻ, ഡി കുര്യാക്കോസ് MP ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ ഇവിടെ എത്തി. NDRF സംഘം ഉൾപ്പെടെയുള്ളവരെത്തി. ഒരു രാത്രി മുഴുവൻ മണിക്കൂറുകൾ നീണ്ടുനിന്ന ആ ഒരു പരിശ്രമത്തിനൊടുവിൽ ആണ് ഇവരെ പുറത്തേക്കെടുക്കാനായത്. ആദ്യം സന്ധ്യയെയാണ് പുറത്തേക്കെത്തിച്ച സന്ധ്യയെ പിന്നീട് അടിമാലി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട്. ഗുരുതര പരിക്കുകൾ ഉണ്ട് എന്നുള്ളതാണ് വിവരം. അതിനുശേഷം പുലർച്ചയോടുകൂടിയാണ് ബിജുവിനെ വീട്ടിൽ നിന്ന് ഈ കോൺക്രീറ്റ് പാളികളെല്ലാം നീക്കം ചെയ്ത് പുറത്തേക്ക് എടുക്കാനായത്. പക്ഷേ അപ്പോഴേക്കും ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. പിന്നീട് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കി വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കുകയും ചെയ്തു. പിന്നീട് ബന്ധുക്കളും നാട്ടുകാരും എല്ലാം തന്നെ ഇവിടെ എത്തിയിരുന്നു. മകൾ നഴ്സിംഗ് വിദ്യാർത്ഥിയാണ്, മകളും എത്തിയിട്ടുണ്ട്. മറ്റ് ബന്ധുക്കളെല്ലാം തന്നെ എത്തി. ഇപ്പോൾ ഇവിടെ സംസ്കാര ചടങ്ങുകൾ, ഇതുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകൾ. ഭാര്യ സന്ധ്യയ്ക്കും ഗുരുതരമായ പരിക്ക് തന്നെയാണ് ഇന്നലെ ഉണ്ടായ അപകടത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അവർ ആശുപത്രിയിലായിരുന്നു. അവരെയും സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുപ്പിക്കാനായി എവിടേക്ക് എത്തിക്കാനുള്ള ശ്രമം എന്തെങ്കിലും ഉണ്ടോ? അത്തരമൊരു സാധ്യത ഇല്ലെന്നുള്ള വിവരങ്ങളാണ് ബന്ധുക്കൾ നമ്മൾ പങ്കുവച്ചത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളിൽ, അതായത് ഈ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഈ അപകടം ഉണ്ടായത്, ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് തുടർ നടപടികൾ, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഒരു അന്വേഷണം ഉണ്ടാകുമെന്ന് അധികൃതർ പറയുകയും ചെയ്തിട്ടുണ്ട്. മന്ത്രി റോഷി അഗസ്റ്റിൻ കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രധാനമായും 2-3 കാര്യങ്ങൾ, അതായത് ഒന്ന്, ഈ ആളുകളെ പൂർണ്ണമായും ഇവിടുന്ന് വാസയോഗ്യമല്ല എങ്കിൽ
പുനരധിവസിപ്പിക്കേണ്ടതുണ്ട്, ആളുകൾ മാറ്റിപ്പാർപ്പിക്കേണ്ടതുണ്ട്. ഇവിടം വാസയോഗ്യമല്ല, ജീവിക്കാൻ ഇനി പേടിയാണ് എന്ന് ഈ നാട്ടുകാർ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. 4 വീടുകൾ ഏതാണ്ട് പൂർണ്ണമായും മണ്ണിനടിയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റ് 4 വീടുകൾ പൂർണ്ണമായോ ഭാഗികമായോ ഒക്കെ തകർന്നിട്ടുമുണ്ട്. മറ്റുള്ള വീടുകളും അപകട ഭീഷണിയിൽ തന്നെയാണ്. കാരണം ഏത് നിമിഷവും മുകളിൽ നിന്ന് വീണ്ടും മണ്ണിടിയാനുള്ള ഒരു സാധ്യത നിലവിലുണ്ട്. തൽക്കാലത്തേക്ക് ഇവരെ അതുവരെ മറ്റ് ശാശ്വതമായിട്ടൊരു പരിഹാരം ഉണ്ടാകുന്നത് വരെ KSEB ക്വാർട്ടേഴ്സിലേക്ക് മാറ്റാനുള്ള ഒരു ആലോചനയാണ് നടക്കുന്നത്.